ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണല്ലോ, ഇന്ന് നമുക്ക് വീഡിയോ വരേണ്ടാത്ത ദിവസമാണ്. പക്ഷേ എനിക്ക് ഒരു അബദ്ധം പറ്റിയത് ബുധനാഴ്ച ഇടേണ്ട വ്ളോഗ് നമുക്ക് ഒന്ന് ലേറ്റ് ആയിപ്പോയി കേട്ടോ. അതിന് കാരണം നമുക്കിവിടെ വൈഫൈയുടെ കണക്ഷൻ കട്ടായി പോയി. അങ്ങനെ പിന്നെ പുതിയ കണക്ഷൻ എടുക്കാനായിട്ട് ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വെനസ്ഡേ നൈറ്റാണ് നമുക്ക് കണക്ഷനൊക്കെ റെഡിയായേ. അപ്പോൾ എന്തായാലും രാത്രിയായിട്ട് വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ തേഴ്സ്ഡേയിലത്തേക്ക് വീഡിയോ മാറ്റിയത്. അപ്പോൾ ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ. കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വെനസ്ഡേ വരാനുള്ള വീഡിയോ തേഴ്സ്ഡേ വരും എന്നുള്ളത്. കുറേ പേരൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണുന്നുണ്ട്, ചിലർ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ടൊന്ന് പറഞ്ഞതാണ്. അപ്പം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എനിക്ക് വീഡിയോ കറക്റ്റ് സമയത്ത് ഇടാൻ പറ്റാതായി പോയത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ഫ്രൈഡേ ആണ് വരേണ്ടിയിരുന്നത്, പക്ഷെ അത് ഇപ്പോൾ സാറ്റർഡേ ആണ് ഇടുന്നത് കേട്ടോ. കാരണം ഒരു ദിവസത്തെ ഗ്യാപ്പ് എനിക്ക് കിട്ടിയാലേ കറക്റ്റായിട്ട് എല്ലാം എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വോയിസ് ഓവറൊക്കെ കൊടുക്കണം, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീക്കിൽ നമുക്ക് ഈ സമയം ഒന്ന് മാറിപ്പോയത് വൈഫൈയുടെ കണക്ഷൻ്റെ ഇഷ്യൂ വന്നുകൊണ്ടാണ്. അപ്പം നെക്സ്റ്റ് വീക്ക് എന്തായാലും കറക്റ്റായിട്ട് തന്നെ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:30 നമ്മുടെ വീഡിയോ വരും കേട്ടോ. പിന്നെ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാതെ വെച്ചേക്കുന്നതുകൊണ്ടായിരിക്കാം. ചിലർക്കാണെങ്കിൽ ഫോണിന്റെ ആപ്പ് നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ യൂട്യൂബിന്റെ നോട്ടിഫിക്കേഷൻ ഓഫായി കിടക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഏതാണോ അതിലൊന്ന് സെറ്റിങ്സിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ നോക്കാം. ഇന്നും നമുക്കൊരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രശ്മി ചേച്ചിയാണ് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് മണ്ടപ്പുറ്റ് ചെയ്യുന്നതിന്റെ അതിന്റെ റെസിപ്പി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന്. അപ്പം അതുപോലെ തന്നെ സൗമ്യ സിസ്റ്ററും ചോദിച്ചിട്ടുണ്ടായിരുന്നു മണ്ടപ്പുറ്റിന്റെ റെസിപ്പി ഒന്ന് പറയണമെന്ന്. അപ്പം ഞാൻ റെസിപ്പി ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് പറയാമേ. ഞാൻ എപ്പോഴും ചെയ്യുന്നത് തലേ ദിവസം തന്നെ പച്ചപ്പയറില്ലേ അത് നന്നായിട്ട് കഴുകി നല്ലതായിട്ട് ഉണക്കി വെച്ചേക്കും, വെയിലത്തിട്ട് ഉണക്കി വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ രാവിലെയാണ് നമ്മൾ പൊങ്കാല ഇടുന്ന സമയത്താണ് ഇതൊക്കെ പൊടിച്ചെടുക്കുന്നത്. വീട്ടിൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ആദ്യം തന്നെ പയർ നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കളർ ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരേക്കും കരിഞ്ഞു പോകാതെ നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി. ഒരുപാട് അങ്ങനെ ഫൈൻ പൗഡർ ആക്കരുത്, ഒന്ന് തരിതരിയായിട്ട് കിടന്നാൽ മതി. നമുക്കൊരു റവയുടെയൊക്കെ ഒരു പരുവത്തിന്. അപ്പം ഞാനത് 1 ഗ്ലാസ് പയറാണ് എടുക്കുന്നതെങ്കിൽ സെയിം 1 ഗ്ലാസ് തന്നെ ഞാൻ അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. സെയിം അളവിന് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ചിലരാണെങ്കിൽ പയർ കൂട്ടിയെടുക്കും, ചിലർ അരി കൂട്ടിയെടുക്കും, അരിമാവ് കൂട്ടിയെടുക്കും. അപ്പം ഞാൻ രണ്ടും ഒരേ അളവിനാണ് എടുത്തത്. ഞാൻ എപ്പോഴും ഇടിയപ്പം മാവ് നമുക്ക് ഡബിൾ ഹോൾസിൻ്റെ മേടിക്കാൻ കിട്ടുമല്ലോ, അതാണ് മേടിക്കുന്നത്. സാധാരണ പച്ചരി വറുത്ത് പൊടിച്ചൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പച്ചരി നന്നായി കഴുകി തലേ ദിവസം തന്നെ നല്ലപോലെ കഴുകി ഉണക്കി വറുത്തെടുത്ത് വെച്ചേക്കണം. അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ മാവ് അപ്പോൾ സെയിം അളവിന് രണ്ടും എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴയ്ക്കുക. പിന്നെ അതിനകത്ത് വേറെ ചേർക്കേണ്ടത് ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചീകിയത് ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ, അതുപോലെ തന്നെ പഴം, ചെറിയ പഴം ഉണ്ടല്ലോ അത്, ഏലക്ക, പിന്നെ കുറച്ച് ചുക്കുപൊടി കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം പയറായതുകൊണ്ട് ഗ്യാസിന്റെ പ്രോബ്ലം വരും, അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്താലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഒരു 2-3 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് കുറച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് പ്രസാദം ചെയ്യുമ്പോഴും കുറച്ച് നെയ്യും കൂടി അതിൽ ചേർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എപ്പോഴും പറയും. പിന്നെ നമ്മൾ എപ്പോഴും തലേ ദിവസം ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും നല്ലപോലെ കുളിച്ച് ശുദ്ധിയായിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. കാരണം നമ്മൾ പൊങ്കാലയ്ക്ക് എടുക്കുന്ന സാധനങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ തലേന്ന് തന്നെ തലയൊക്കെ കുളിച്ച് നല്ല വൃത്തിയായിട്ട് വേണം ഇതൊക്കെ ഒരുക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് നല്ല മിക്സ് ചെയ്തെടുക്കുക. ഇത്തിരി കൂടുതൽ തേങ്ങ ചേർക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് വെള്ളം ഞാൻ അങ്ങനെ ചേർക്കത്തില്ല. ഞാൻ ഈ പഴവും ഈ തേങ്ങയും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് 1-2 സ്പൂണ് മാത്രം നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുക. അതായത് ചപ്പാത്തി മാവ് പോലെ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് മണ്ടപ്പുറ്റ് ചെയ്യുന്ന പോലെ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി. 2 പേര് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത്. പിന്നെ എൻ്റെ അടുത്ത്
റെസിപ്പി കാണിക്കാനായിട്ട് ഞാനിപ്പോൾ അന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഇത് ചെയ്യുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം. ഞാൻ അങ്ങനെ പൊങ്കാല ഇടുന്ന സമയത്ത് മാത്രമാണ് മണ്ടപ്പുറ്റം ഉണ്ടാക്കുകയുള്ളൂ, അല്ലാതെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. എന്തായാലും നിങ്ങൾക്കിത് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നേ. പിന്നെ ദേ ഈ ഒരു ഞാൻ തേങ്ങ ചിരകുന്ന ചിരവയുണ്ടല്ലോ, ഇത് കണ്ടിട്ട് കുറേ ദിവസം മുന്നേ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കാണിക്കണേന്ന്. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം മേലത്തെ വീട് വെച്ചതിന് ശേഷം മേടിച്ചിട്ടുള്ള ചിരവയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിൽ ബീഡിങ് വർക്ക് കൊടുത്തേക്കുന്നതുകൊണ്ട് സ്റ്റാൻഡ് പോലെ ഫിക്സ് ചെയ്ത് വെക്കുന്ന ചിരവ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇതാണ് മേടിച്ചത്. തറയിലിരുന്നിട്ട് അതിൻ്റെ മേലെ ഇരുന്ന് നമുക്ക് ചിരകിയെടുക്കാം. ഞാൻ പക്ഷേ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചിരകിയെടുക്കുന്നത്. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ്. ചിരവ നല്ലതൊരെണ്ണം മേടിക്കാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അവസാനം ഞാൻ ഈ ശരവണ സ്റ്റോറിൽ നിന്നാണ് പോയി ഇത് മേടിച്ചത് കേട്ടോ. ഇത് ഓൺലൈനിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് നല്ല ചെറുതാണ്, നമുക്ക് നല്ല സേഫായിട്ട് നല്ല ഒതുക്കമുള്ളൊരു സ്ഥലത്ത് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് ബീഡിങ് വർക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ മറ്റേ ഫിക്സ് ചെയ്യുന്ന ചിരവ മേടിക്കാത്തത്. പിന്നെ ഇന്നാണെങ്കിൽ നമുക്ക് മുതിര കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഇന്ന് തോരൻ വെക്കുന്നുണ്ട്. പിന്നെ ഒരു വെങ്കായ കാരക്കുഴമ്പ്, അതൊക്കെ ഞാൻ ഒത്തിരി തവണ റെസിപ്പീസ് ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതിനെക്കുറിച്ചൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ മുതിര തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ മുതിര വേവിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തലേ ദിവസം ഈ മുതിര വെള്ളത്തിലിട്ട് വെച്ചേക്കും. തലേ ദിവസം തന്നെ നന്നായിട്ട് കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും ഒന്നും കൂടി ഒന്ന് കഴുകണമെങ്കിൽ കഴുകാം, പക്ഷെ ഞാൻ അങ്ങനെ കഴുകാറില്ല. കാരണം ആ കുതിർന്ന് വന്നേക്കുന്ന ആ വെള്ളത്തിൽ ഇട്ട് മുതിര വേവിക്കുമ്പോഴാണ് എൻ്റെ ഗുണമൊന്നും നഷ്ടപ്പെടാതിരിക്കുള്ളൂ. എന്നിട്ട് എനിക്കും ഹസ്ബൻഡിനും ഒക്കെ ആ വെള്ളം കുടിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഉപ്പിട്ടിട്ടാണ് മുതിര വേവിക്കുന്നത്. ഒരു 3 വിസിലോളം കേൾപ്പിച്ചു. അപ്പോൾ നന്നായിട്ട് വേവാത്തത് കൊണ്ട് വീണ്ടും ഒരു 2 വിസിലും കൂടി കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ മുതിരയ്ക്കും ഓരോ വേവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന കുക്കറിനനുസരിച്ചും വേവിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ എനിക്ക് ടോട്ടൽ ഒരു 5 വിസിൽ കേൾപ്പിക്കേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ചീനച്ചട്ടിയിൽ ആണ് ചെയ്യുന്നത്. പിന്നെ ഞാനാണെങ്കിൽ ഈ ഒരു ഇരുമ്പിലുള്ള ചീനച്ചട്ടിയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് മുന്നേ ഒരു കമൻറ്റ് വന്നിട്ടുള്ളതാണ്, ഇതുപോലെ ഇരുമ്പിലുള്ള പാത്രങ്ങളൊന്നും ഒരുപാട് നാൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ നമ്മളത് മേടിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ സീസൺ ചെയ്ത് വെക്കണം. ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ചൂടൊക്കെ പോയതിന് ശേഷം ഒന്ന് കഴുകി 2 സൈഡിലും എണ്ണ പുരട്ടി വെച്ചേക്കണം. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി നമ്മളിതിൽ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഡെയിലി സീസൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ദോശക്കല്ലാണെങ്കിലും ചീനച്ചട്ടി ആണെങ്കിലും ഒക്കെ ഞാൻ കൂടുതലും നമ്മുടെ മൺചട്ടിയിലും അതുപോലെ തന്നെ എൻ്റെ അടുത്ത് 2 ചീനച്ചട്ടിയാണുള്ളത്. ഈ ഒരു വലുതും പിന്നെ ഒരു കുഞ്ഞതും ഉണ്ട്. അപ്പോൾ അതിലൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഞാൻ മിക്കവാറും ഡെയിലി അതിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് എനിക്കൊരു സീസണിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ലതായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് കുറച്ച് ടഫായിരിക്കും അല്ലേ. നമ്മൾ ഡെയിലി അത് യൂസ് ചെയ്ത് പോയാൽ വലിയ കുഴപ്പം കാണത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം മുന്നേ വന്നിട്ടുള്ളൊരു കമൻറ്റാണ്. അനഘാദേവ് എന്നിട്ടൊരു കുട്ടിയാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. ഞാൻ എല്ലാ കാര്യത്തിനും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളായിരുന്നു. ചേച്ചിയുടെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. ഹസ്ബൻഡിന്റെ ഹെൽപ്പ് വേണ്ടി വന്നാൽ മാത്രമേ അദ്ദേഹത്തെ വിളിക്കൂ. എനിക്ക് 2 വയസ്സുള്ള മോനാണുള്ളത്. അവനെ മാനേജ് ചെയ്യാനും വീട്ടിലെ ജോലികൾ മാനേജ് ചെയ്യാനും പഠിച്ചു. മോന്റെ പേര് നിനവെന്നാണ് വിളിക്കുന്നത്, വീട്ടിൽ ദേവ എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ വന്നിട്ടുള്ള കമന്റാണ്, 1 മാസം മുന്നേ. അതിനുശേഷം റീസെന്റ് ആയിട്ട് ഈ കുട്ടി തന്നെയാണ് കമന്റ് ഇട്ടിട്ടുള്ളത്. എനിക്ക് ദേഷ്യം ഒട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാനൊരു ഹൗസ് വൈഫ് ആണ്, കൂടുതലും വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല, അതോ നല്ലൊരു റുട്ടീൻ സെറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ ചേച്ചി എന്നാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ കമന്റ് വായിച്ചപ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് കേട്ടോ ഓർമ്മ വന്നത്. കാരണം എനിക്കും ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ഒരാളായിരുന്നു. അതായത് ഒരു 2-3 വർഷം മുന്നേ വരെ എനിക്ക് ഒട്ടും തന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യാനേ പറ്റാത്ത ഒരാളായിരുന്നു കേട്ടോ. എന്ന് കരുതിയിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തോ അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ ഉള്ള സമയത്തോ ഒന്നും അങ്ങനെ വലിയ ദേഷ്യമൊന്നും ഉള്ള ഒരാളല്ല. ഭയങ്കര സൈലന്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ പ്രത്യേകിച്ച് ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ കമന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ ഒരുപാട് ജോലികളൊക്കെ വീട്ടിൽ ചെയ്യുന്നതല്ല. മാത്രമല്ല കുഞ്ഞു മോനാണുള്ളത്. 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെയൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, ഓരോ കുട്ടികളും ഓരോ പ്രകൃതം ആയിരിക്കും അല്ലേ. നമുക്ക് ഇങ്ങനെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ഉറക്കം കിട്ടത്തില്ല, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം, അങ്ങനെ കുറേ നമ്മൾ സ്ട്രെസ്സിലൂടെ ആയിരിക്കും പോകുന്നതല്ലേ. പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവരാരും അത് മനസ്സിലാക്കണമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആകെ ഒരു
ഒരു താളം തെറ്റിയൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ, എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഞാൻ മുന്നേ വിചാരിച്ചിരുന്നത് എനിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതെന്ന്. പക്ഷേ അല്ല, ഒത്തിരി പേര് എന്നോട് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് മുന്നേയും. അപ്പോഴാണ് എനിക്കൊരു സമാധാനം ആയത്, അയ്യോ എനിക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും ദേഷ്യം കൺട്രോൾ ചെയ്യാത്ത ഒരാളായിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനും കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് തോന്നിയത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും നമുക്ക് ചുറ്റുമുള്ള ആളുകളും അതിലൊരു വലിയൊരു ഘടകം തന്നെയാണ്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് ചുറ്റും നിൽക്കുന്ന ആളുകൾ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചാൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നതാണ്, പുള്ളിക്കാരി ഇങ്ങനെ വലുതായിട്ട് അങ്ങനെ ആരോടും വലുതായിട്ട് സംസാരിക്കുമൊന്നുമില്ല, പക്ഷേ ദേഷ്യം ഇങ്ങനെ മാക്സിമം കൺട്രോൾ ചെയ്ത് അവസാനം ഒരു ദിവസം പൊട്ടിത്തെറിക്കേണ്ടി വന്നു എന്ന്. അപ്പോൾ അത് വായിച്ചപ്പോഴത്തേക്കും അപ്പോഴും എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ എനിക്കും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴും റിയാക്ട് ചെയ്യത്തേ ഇല്ലായിരുന്നു കേട്ടോ. പിന്നീടത്തേക്ക് മാറ്റി വെച്ച് അവസാനം അതൊരു വലിയൊരു പൊട്ടിത്തെറിയിലാണ് അവസാനിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നോ പറയുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. ഇതൊക്കെ സർവ്വസാധാരണമാണ്, എല്ലാവർക്കും ഉള്ള ഫീലിങ്സ് തന്നെയാണ്. ദേഷ്യം വരിക, സങ്കടം വരിക, സന്തോഷം വരിക, കരയുക, ഇതെല്ലാം എല്ലാ മനുഷ്യനും ഉള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ വീട്ടമ്മമാർക്ക് അത് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബോധപൂർവം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ സാവധാനം നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് പഠിക്കാനുള്ളൊരു സമയം കൊടുക്കുക. എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുക. എന്ത് കാര്യം സംഭവിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ ഏത് ആൾക്കാരാണ് നമ്മൾ ദേഷ്യം പിടിപ്പിക്കുന്നത്, അതൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. ഇതൊക്കെ ഗ്രാജുവലി പയ്യെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ഞാനീ പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് വിജയിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അല്ലാതെ ഇതിൻ്റെ വേറെ വശങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം എനിക്കും പലപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയും ദേഷ്യം, അല്ലെങ്കിൽ എന്നെ മാത്രം എന്തിനാണ് എല്ലാവരും ദേഷ്യം പിടിപ്പിക്കുന്നത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത്, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മളവിടെ റിയാക്ട് ചെയ്യുക തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ. ഇപ്പം നമ്മളതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന് നേരത്തെ ഒരു സഹോദരി പറഞ്ഞ പോലെ അവസാനം എല്ലാം കൂടി പൊട്ടിത്തെറിക്കുന്നേക്കാളും നല്ലത് പറയാനുള്ളത് അപ്പം തന്നെ പറഞ്ഞങ്ങ് തീർത്താൽ പ്രശ്നമില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയൊന്നും ജീവിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അങ്ങനെയാണ്. നമുക്ക് എല്ലാവരും നമ്മളെ സ്നേഹിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും നമ്മളോട് സന്തോഷമായിട്ട് നിൽക്കണമെന്നോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ആളുകൾ അങ്ങനെയാണ്, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ മാറുന്ന ലോകത്ത് നമ്മൾ വേണം നമ്മളെ സ്വയം ഒന്ന് ജഡ്ജ് ചെയ്യാനും നമ്മളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കറിയാമല്ലോ, ആ ഒരു സിറ്റുവേഷൻ റോങ് ആയി തുടങ്ങുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കാമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാം. എനിക്ക് നേരത്തേക്ക് ആണെങ്കിൽ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് പൊട്ടിത്തെറിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആയപ്പോഴത്തേക്കും പുള്ളി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ പയ്യെ വന്നിട്ട് എൻ്റെ റൂമിൽ വന്നിരുന്ന് കുറച്ച് നേരം ഞാനൊന്ന് റിലാക്സ് ചെയ്തിരിക്കും. പിന്നെ വന്നിട്ട് നേരെ വന്ന് ഫോൺ എടുത്തിട്ട് ഫോണിൽ ഇതുപോലുള്ള ഭഗവത്ഗീത വചനങ്ങളോ അല്ലെങ്കിൽ മോട്ടിവേഷനോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വ്ളോഗേഴ്സിൻ്റെ വ്ളോഗുകളൊക്കെ ഞാൻ കാണും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കൊരു സമാധാനമാണ്. പിന്നെ ഹസ്ബൻഡ് ഇപ്പോൾ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും പുള്ളിയോട് ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യത്തില്ല. അപ്പം എന്നോട് ഒരിക്കൽ ചോദിച്ചിട്ടുമുണ്ട്, ഇപ്പോൾ പഴയതുപോലെ അല്ല, ഒരുപാട് മാറ്റമുണ്ട്, എങ്ങനെയാണ് ദേഷ്യം കൺട്രോൾ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം ഞാൻ തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്, നമ്മളിപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ദേഷ്യപ്പെട്ട് ആ ഒരു സാഹചര്യം വഷളാക്കിയിട്ട് എന്ത് കിട്ടാനാണല്ലേ എന്ന് കരുതിയിട്ട് എപ്പോഴും അങ്ങനെ സമാധാനമായിട്ടല്ലാട്ടോ ഇരിക്കുന്നത്. ചില സമയത്ത് പൊട്ടിത്തെറിക്കാൻ തോന്നിയാൽ അത് അപ്പം തന്നെ അതങ്ങനെ കാണിക്കും. പക്ഷെ എന്നാലും പഴയതിനേക്കാളും ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. അത് എനിക്ക് എന്നെ തന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്ന അഭിമാനമുള്ളൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളെ കൂടുതൽ എൻഗേജ്ഡ് ആക്കി വെച്ചേക്കുക, നമ്മുടെ കാര്യങ്ങളിൽ നമ്മളെപ്പോഴും ബിസി ആയിട്ട് ഇരിക്കുക. അപ്പോൾ തന്നെ ഒരു 90% പ്രശ്നങ്ങൾ ഒഴിവാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എത്ര പേർക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ അതുപോലെ തന്നെ അറിയാമല്ലോ, നമുക്കിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യം കൂടുന്നത് ഈ പീരീഡ്സ് സമയത്തുള്ളൊരു മൂഡ് സ്വിങ് സമയത്താണ് കേട്ടോ. ഒരു 1 വീക്ക് ബിഫോറൊക്കെ
എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഇവിടെ ആരും വരത്തില്ല. കാരണം പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിന് അറിയാം ആ സമയത്ത് എനിക്ക് ഈ കിളി പോയി ഇരിക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം ഞാൻ മാക്സിമം ആരോടും മിണ്ടാതിരിക്കും. പിന്നെ എല്ലാത്തിനും ഏറ്റവും നല്ലൊരു മറുപടി എന്ന് പറയുന്നത് സൈലൻസ് ആണ് കേട്ടോ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. കാരണം ഒത്തിരി പേരെന്നെ ദേഷ്യം പിടിപ്പിച്ച് പലപ്പോഴും ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ടിരുന്നു, എന്തിനാണ് ദൈവമേ എന്നെ മാത്രം ഇങ്ങനെ ഒരുപാട് പരീക്ഷിക്കുന്നതെന്ന്. കാരണം നമ്മളെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഒരുപാട് ദേഷ്യം പിടിപ്പിച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അവരൊന്നും അറിയാത്ത പോലെ നല്ല കുട്ടികളായിട്ട് നിൽക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവമേ നമ്മൾ റിയാക്ട് ചെയ്ത് പോയല്ലോ, അല്ലെങ്കിൽ ഇത്രയും മോശപ്പെട്ടൊരു സ്വഭാവത്തിലേക്ക് ഞാൻ പോവേണ്ടി വന്നല്ലോ എന്നൊക്കെ എനിക്ക് പേഴ്സണലി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതുപോലെയൊക്കെ നിങ്ങൾക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് അപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ആളുകളിൽ കുറേ അകലം പാലിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവായി കിട്ടിയത്. സൈക്കോളജിക്കലി നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ദേഷ്യം കുറയ്ക്കാനായിട്ട്. അതിനൊരു 3 സെക്കൻഡ് റൂൾ എന്ന് പറയും. 3 സെക്കൻഡ് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെ ഒന്ന് കാം ഡൗൺ ആയിട്ട് ഇരുന്നാൽ തന്നെ നമ്മുടെ ദേഷ്യം പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് റീഫ്രെയിം ചെയ്യുക. അതും ഞാൻ എൻ്റെ ലൈഫിൽ പരീക്ഷ നോക്കിയിട്ടുള്ളതാണ്. കുറച്ച് നേരം ഒന്ന് നമ്മൾ പിന്നെ സൈലൻ്റ് ആയിട്ട് ഒന്ന് ഇരുന്ന് നോക്കണം. ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ എന്ന് നമ്മളൊന്ന് തിങ്ക് ചെയ്യുക. ഇതൊന്നും ആ ഒരു സമയത്ത് വരത്തില്ല കേട്ടോ, പ്രാക്ടീസിലൂടെയാണ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും പറ്റുന്നില്ല, നമ്മുടെ ദേഷ്യം ഭയങ്കരമായിട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കൊന്നും വേണ്ട, നല്ലൊരു കൗൺസിലറെ കാണുക, നല്ലൊരു തെറാപ്പി എടുക്കുക കേട്ടോ. അല്ലാതെ പിന്നെ വേറെ ഒരു സൊല്യൂഷൻ ഇതിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് മറക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നറിയത്തില്ല, പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കണമെന്ന് പറയല്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പല കാര്യങ്ങളും അനുഭവിച്ച് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലെ എന്നെ നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന്. കവിത ചേച്ചിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തേട്ടോ, ഞാനും ഇതുപോലെ ഒരുപാട് ഇമോഷൻസ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് കരയുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്ന, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സമാധാനം ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ്. കാരണം നമുക്ക് ചില ആളുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയാൽ തന്നെ നമുക്ക് നല്ലൊരു സമാധാനം കിട്ടും. അതങ്ങനെയാണ് കേട്ടോ. അപ്പം അവർ പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ നമുക്ക് അവരെ ഇറക്കി വിടാനും കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി അങ്ങ് ജീവിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻസിൽ അറിയിച്ചേക്കേട്ടാ. പിന്നെ അതേ നെക്സ്റ്റ് ഡേ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ആമിയുടെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ആനുവൽ ഡേ പ്രോഗ്രാം. അപ്പോൾ എല്ലാ വർഷവും ഞാനിങ്ങനെ വ്ളോഗ് എടുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണയും എടുത്തു. അപ്പോൾ അവളുടെ ഡാൻസ് ഡ്രസ്സൊക്കെ ഇതൊക്കെയാണ്. അവളെ ഇന്ന് വീട്ടിൽ നിന്ന് എന്നെ മേക്കപ്പൊക്കെ ചെയ്ത് കൊണ്ടുപോകണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്ത മേക്കപ്പ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഞങ്ങളും റെഡി ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം പ്രോഗ്രാം രാത്രി 10:30 വരെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു 4 മണിക്ക് പോയതാണ്. ഞാൻ ആമിയുടെ ഒരുപാട് പ്രോഗ്രാംസ് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അവളൊരു ഡാൻസിനുണ്ടായിരുന്നു, പിന്നെ അല്ലാതെ കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ആമിക്ക് ഡാൻസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ തന്നെയാണ് അവർക്ക് പ്രാക്ടീസൊക്കെ കൊടുത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.